എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ MLA വാസവൻ്റെ ഭീഷണിയെ ഭയന്ന് തല കറങ്ങി വീണ കമലയെ വീടിനകത്തേക്ക് കൊണ്ടുവരികയാണ്. സുധാകരൻ മാഷും നന്ദിനിയേടത്തിയും ശ്രീജേടത്തിയുമെല്ലാം. ബോധം തെളിഞ്ഞ ഉടൻ തന്നെ കമല ചോദിക്കുന്നുണ്ട്, നിങ്ങളെ അവരെന്തെങ്കിലും ചെയ്തോ? ഇത് കേട്ടപാടെ തന്നെ ശ്രീജേടത്തി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഞങ്ങളെ അവർ ഒന്നും ചെയ്തില്ല. എന്നാൽ നന്ദിനി അത് വിട്ടുകൊടുക്കാതെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ കമലയോട് പറയുന്നു. അവർ തങ്ങളെ ഉപദ്രവിച്ചു എന്നും എന്നാൽ അച്ഛൻ കയറി തടഞ്ഞതുകൊണ്ടാണ് അവർ ശ്രീജേടത്തിയെ പ്രത്യേകിച്ചൊന്നും ചെയ്യാഞ്ഞതെന്ന്. ഇതെല്ലാം കേട്ട ശേഷം കമല മാഷിനോടായി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് മാഷിന് എന്തെങ്കിലും പറ്റിയോ? മറുപടിയായി മാഷ്, ഇല്ല, അവർ നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. മാത്രമല്ല ഇനി എന്തായാലും അവർ വീണ്ടും വരികയും ചെയ്യും. ഈ സമയം ശ്രീജ മാഷിനോടെ ഒന്ന് പറയുന്നുണ്ട്, വിക്രമിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ശ്രീനിവാസന്റെ അടുത്തേക്ക് അയച്ച വിശ്വേട്ടനെ വിളിച്ച് നമുക്ക് ഈ കാര്യം അറിയിച്ചാലോ? മറുപടിയായി മാഷ്, അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതൊരു രാഷ്ട്രീയ കളിയാക്കി മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല മാഷ് അവരോടെല്ലാവരോടുമായി ഒരു കാര്യം പറയുന്നുണ്ട്, ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിന് കാരണമായവർ ആരാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ദിവസം അന്ന് വിക്രം തിരിച്ചിവിടേക്ക് വരും. ഇതെല്ലാം കേട്ട് വിഷമിക്കുന്ന കമലയോട് മാഷ് ധൈര്യമായിട്ടിരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഈ സമയത്താകട്ടെ ഇഷിതയുടെ ഫോണിലേക്ക് വേദ വിളിക്കുകയാണ്. വിളിച്ചപാടെ വിക്രമിൻ്റെ വിവരമാണ് തിരക്കുന്നത്. വിക്രം വലുതും കഴിച്ചോ? രാവിലെ തന്നെ താൻ കഞ്ഞി കൊടുത്തിരുന്നുവെന്നും ഇനി ഉച്ചകത്തേക്കുള്ള കഞ്ഞി തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ മീൻകറിയും ഒരു മെഴുക്കുവരട്ടിയും പപ്പടവും അത് പോരെയെന്ന് ഇഷിത ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ ടെൻഷൻ കൊണ്ട് വിളിച്ചതാണെന്നാണ് വേദ പറയുന്നത്. അതിന് വിക്രത്തിനെ ഇവിടാക്കി നീ തന്നെയല്ലേ പോയത്, പിന്നെന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നതെന്നാണ് ഇഷിതയുടെ ചോദ്യം. മറുപടിയെ വേദ, പുറത്താളുകൾ ഇപ്പോഴും വിക്രമിനെ അന്വേഷിച്ച് നടപ്പുണ്ട്. അവരെങ്ങാനും നിന്നെ തേടി എത്തുമെന്നാണ് എൻ്റെ ഒരു ടെൻഷൻ. എന്നാൽ ഇതിനുള്ള മറുപടി ഇഷിത, അല്ലാതെ വിക്രം എന്ത് ചെയ്യുന്നു എന്നുള്ള ആദ്യം കൊണ്ടല്ലല്ലേ? ഇത് കേട്ടപാടെ വേദ, അതിന് വിക്രമിന് അവിടെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പല്ലേ, പിന്നെന്തിനാണ് ഞാൻ പേടിക്കുന്നത്? അതൊക്കെ പോട്ടെ, നീ ഇപ്പം എന്തിനാ വിളിച്ചതെന്ന് വേദയോട് ഇഷിത ചോദിക്കുമ്പോൾ, അത് വിക്രമിനോട് സംസാരിക്കാനാണെന്നും നീ തിരക്കിലല്ലെങ്കിൽ ഒന്ന് ഫോൺ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇഷിത വേദയുടെ കോൾ വിക്രമിൻ്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെ വിക്രമും വേദയും അല്പനേരത്തേക്ക് സംസാരിക്കുന്നു. കോൾ വെച്ചപാടെ വിക്രം ഇഷിതയോട് പറയുന്നുണ്ട്, ടെൻഷനാണ് മുപ്പത്തിയാർക്ക്. മറുപടിയായി ഇഷിത, രാവിലെ തന്നെ അവൾ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. മാത്രമല്ല ഞാനും വേദയുമായി അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് ആളുകൾ സംശയിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതെല്ലാം കേട്ട ശേഷം വിക്രം ഒന്ന് ഇഷിതയോടായി പറയുന്നുണ്ട്, ഇതുവരെ എനിക്ക് പെൺകുട്ടികളെ പറ്റി ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതെന്തായാലും ഇപ്പോൾ മാറിക്കിട്ടി. അതെന്താണെന്നാണ് ഇഷിത ചോദിക്കുന്നത്. ആൺകുട്ടികൾ ചെയ്യുന്നത് പോലെ അത്ര റിസ്ക് ഒന്നും തൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി ഒരു പെൺകുട്ടി ചെയ്യുമെന്ന് ഇതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് മാറി. ഇതിനുള്ള മറുപടി ഇഷിത, ഇങ്ങനെയുള്ള ചിന്തകളാണ് ആദ്യം മാറ്റേണ്ടത്. അങ്ങനെയുള്ള ചിന്തകളും തെറ്റിദ്ധാരണകളും മാറ്റുമ്പോൾ തന്നെ പകുതി പ്രശ്നവും ഇല്ലാതാവുമെന്ന് ഇഷിത. മാത്രമല്ല മറ്റൊന്നിപ്പോൾ ഇഷിത വിക്രമിനോടായി ചോദിക്കുന്നുണ്ട്, പരസ്പരമുള്ള സ്നേഹവും ഇഷ്ടവും ഒന്നും പറയാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര നാൾ ജീവിച്ചിരിക്കാൻ പറ്റുന്നത്? ഒരു തവണയെങ്കിലും അത് തുറന്നു പറയാൻ പറ്റാത്തതാണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് ഇഷിത. എന്താ അത് ശരിയാണോ എന്ന് അവൾ ചോദിക്കുന്നു. മറുപടിയായി വിക്രം, ഞാൻ വേദയോടും വേദ എന്നോടും അത് തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് ആര് പറഞ്ഞു? 1000 പ്രാവശ്യം ഞങ്ങളുടെ നോട്ടത്തിലൂടെ ഞങ്ങളത് കൈമാറി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വിക്രം പറയുന്നത്. ഈ സമയം വീട്ടിൽ MLA വാസവൻ്റെ അടിയും മേടിച്ച് ക്ഷീണിതനായിരിക്കുന്ന വിനായകനെ വഴക്ക് പറയുകയാണ് നന്ദിനി. നിങ്ങളെന്തിനാണ് ആവശ്യമില്ലാതെ അയാളുടെ മിക്കിട്ട് കയറാൻ പോകുന്നത്? എന്നാൽ ഇതിനുള്ള മറുപടിയായി വിനായകൻ, പിന്നെ അയാൾ അച്ഛനെ തല്ലാൻ പോകുമ്പോൾ ഞാൻ നോക്കി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? മറുപടിയായി നന്ദിനി, അതിന് അച്ഛന് നിങ്ങളെക്കാട്ടിലും ആരോഗ്യമുണ്ട്. 2 എണ്ണം കിട്ടിയാൽ തന്നെ ഒരു കുഴപ്പമില്ല. എന്നാൽ നിങ്ങളാണ് ഇങ്ങനെ കൊന്നക്കോൽ പോലെ ഒടിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിനുള്ള മറുപടിയായി വിനായകൻ, അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തോ ഒരു കാരണത്തിലാണ് ഇവിടെ ജീവിച്ചു പോരുന്നത്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ അച്ഛനെ രക്ഷിക്കാൻ നോക്കിയില്ലെങ്കിൽ അച്ഛൻ എന്ത് കരുതും? എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന നന്ദിനി, അപ്പോൾ അച്ഛൻ്റെ അംഗീകാരവും പ്രശംസയും എല്ലാം പിടിച്ചു പറ്റാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു കൂട്ടിയതാണല്ലേ ഇതെല്ലാം? മാത്രമല്ല നന്ദിനി കുറച്ച് കാര്യങ്ങൾ കൂടി ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്. ഇനിയും അയാൾ ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി ഒരു തവണ കൂടി ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള വീരസാഹസങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം വിശ്വേട്ടൻ ശ്രീനിവാസനെ കാണാനായി അയാളുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായി വിക്രമിനെ പറ്റിയുള്ള വിവരമെന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ, ഒരു വിവരവും ഇതുവരെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. മാത്രമല്ല വിക്രമിനെ കയ്യിൽ കിട്ടി അടങ്ങും എന്നുള്ള വാശിയിലാണ് MLA വാസവൻ. ശ്രീനിവാസൻ ഇപ്പോൾ അവരോടായി ചോദിക്കുന്നുണ്ട്, കടപ്പുറത്തെ ആ ഷെഡിൽ പോയി ഒളിക്കുക എന്ന തീരുമാനം ആരുടേതായിരുന്നു? അത് ഞങ്ങൾ തന്നെ തീരുമാനിച്ചതാണെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ശ്രീനിവാസൻ ഇപ്പോൾ രാജേട്ടനെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ കാണിക്കാത്തത് കൊണ്ടാണ് വിക്രമിൻ്റെ ഒളിസ്ഥലം അവർ മനസ്സിലാക്കിയത്. എന്നാൽ മറുപടിയായവർ തങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്തത്. തങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയത് ആ പുളുക്കിൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു. മിക്കവാറും അയാൾ വഴിയായിരിക്കും വിക്രമിൻ്റെ ഒളിസ്ഥലം വാസവൻ മനസ്സിലാക്കിയതെന്ന് അവരിപ്പോൾ കൂട്ടായി ചർച്ച ചെയ്യുന്നു.
എന്നാൽ ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ അങ്ങനെ ഇപ്പോൾ പുളിക്കൻ സ്ഥലം കണ്ടെത്തി ആളുകളെ വിവരം അറിയിച്ചെങ്കിൽ പോലും ഒരു ഫൈറ്റും കൂടാതെ അവർക്ക് പിടികൊടുക്കുന്നവനാണ് വിക്രമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനുശേഷം ശ്രീനിവാസൻ ജോസഫിനോട് ചോദിക്കുന്നു, ജോസഫെ, നിനക്കെന്താ തോന്നുന്നത്? നീയല്ലേ വിക്രമിനെ അവസാനമായി കണ്ടത്? എന്നാൽ ഇത് കേട്ടപാടെ ജോസഫ് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. വിക്രമിന് വെടിയേറ്റതും വേദ അങ്ങോട്ടേക്ക് എത്തിയതും അതിനുശേഷം വേദ വിക്രമിനെ കൂട്ടി സുരക്ഷിതമായ ഒരിടത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞതും മറ്റാരെയും ഈ വിവരം ഒരിക്കലും അറിയിക്കരുതെന്ന് ജോസഫിനോട് താക്കീത് ചെയ്തതും അങ്ങനെയില്ല. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ ആവർത്തിച്ച് ചോദിച്ചിട്ടും ജോസഫ് പ്രത്യേകിച്ച് ഒന്നും തന്നെ മറുപടിയെ പറയുന്നില്ല. ശ്രീനിവാസൻ ഇപ്പോൾ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും ഇലക്ഷൻ കഴിയുന്നതുവരെ അവർ വിക്രമിനെ യാതൊന്നും തന്നെ ചെയ്യില്ല. ഇപ്പോൾ സുധ ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാനായിട്ട് യാതൊരു വഴിയുമില്ലെന്നാണോ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത്? മറുപടി ശ്രീനിവാസൻ, അങ്ങനെയല്ല, നമ്മളിനി ചെയ്യേണ്ടത് പുളിക്കനെ കണ്ടെത്തുക എന്നതാണ്. അയാളിലൂടെ മാത്രമേ ഇനി വിക്രമിനെ കണ്ടെത്താനും അതേപോലെ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും പറ്റൂ എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. അതും ഇലക്ഷന് മുമ്പ് തന്നെ ചെയ്യണം. ശ്രീനിവാസൻ മറ്റൊന്നുകൂടി രാജേട്ടനോടും അനിയൻകുട്ടനോടും ജോസഫിനോടും പറയുന്നുണ്ട്, അഥവാ ഇപ്പോൾ MLA വാസവന്റെ കയ്യിലല്ല വിക്രമെങ്കിൽ അപകടം നിങ്ങളെയും തേടിയെത്തും. വിക്രമിന്റെ സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് നിങ്ങളുടെ അടുത്തേക്കും അന്വേഷണം എത്തിയേക്കാം. അതുകൊണ്ട് നിങ്ങളും വളരെ സുരക്ഷിതമായിരിക്കണം. ഈ സമയം ഇതെല്ലാം കേട്ട ശേഷം വിശ്വേട്ടൻ ശ്രീനിവാസനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് എല്ലാവരോടും മറുപടി പറയേണ്ടത്? ഇത് കേൾക്കുന്ന ശ്രീനിവാസൻ, എല്ലാവരുടെയും കാര്യം ഇപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ, ആർക്കും പ്രത്യേകിച്ചൊന്നും മറുപടിയായി പറയാനില്ലാത്ത അവസ്ഥ. എന്തായാലും നമുക്ക് നോക്കാം, എന്താണ് വേണ്ടതെന്ന് വേണ്ട പോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് മടക്കി അയക്കുകയാണ് ശ്രീനിവാസൻ. ഈ സമയം ദീപ്തി ആകട്ടെ വേദയെ കാണാനായിട്ട് മുറിയിലേക്ക് വന്നിരിക്കുകയാണ്. അനുവാദം ചോദിച്ച ശേഷം അകത്തേക്ക് എത്തുന്നു. വേദ ഇപ്പോൾ ദീപ്തിയോടായി ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം, എന്നാലും ചോദിക്കുകയാണ്. മറുപടിയായി അവൾ, എന്തിനാണ് ചേച്ചി ഇങ്ങനെയോരോ ചോദ്യങ്ങൾ, അതും ചേച്ചിയുടെ ഭാഗത്തു നിന്ന് ചോദിക്കുന്നത്? വേദ ഇപ്പോൾ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, നീ കരുതുന്നത് പോലെ വരുണിന്റെ മരണത്തിന് പിന്നിൽ വിക്രമല്ല. എന്നാൽ ഇത് കേൾക്കാൻ കൂട്ടാക്കാതിരിക്കുകയാണ് ദീപ്തി. ഇപ്പോൾ വേദ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ ആദ്യം കേൾക്ക്, എന്നിട്ട് നീ ഒരു തീരുമാനത്തിലെത്ത്. വേദ ഇപ്പോൾ ദീപ്തിയോടെ ചോദിക്കുന്നു, വരുൺ ഇലക്ഷൻ കഴിയുന്ന പാടെ ഈ നാട്ടിൽ നിന്ന് പോകുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നു, അതെങ്ങനെ ചേച്ചി അറിഞ്ഞു എന്നാണ് വേദയോട് തിരിച്ചു ചോദിക്കുന്നത്. വരുൺ ഇക്കാര്യം മറ്റൊരാളോടുകൂടി സംസാരിച്ചിരുന്നു, അത് വിക്രമിനോടായിരുന്നു. പരസ്പരം കൊല്ലുവാനും ചാകുവാനും നടക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ ആരെങ്കിലും ഷെയർ ചെയ്യുമോ എന്നാണ് വേദ ഇപ്പോൾ ചോദിക്കുന്നത്. മറുപടിയായി ദീപ്തി, അതിന് വരുണിനല്ലെങ്കിലും വിക്രമിനോട് പകയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, വിക്രമേട്ടനല്ലേ വരുണിനോടുള്ള ദേഷ്യം മുഴുവൻ. എന്നാൽ ഇത് കേൾക്കുന്ന വേദ, വിക്രമാണ് ഇതിനെല്ലാം പിന്നിൽ നിന്നുള്ള കഥകൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്, വിക്രമിനെ കൊടുക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുടെ പ്രയത്നമാണ്. വേദ തുടരുകയാണ്, മരിക്കുന്ന അന്ന് രാവിലെ വരുൺ വിക്രമിനെ കാണണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും രാവിലെ തന്നെ കണ്ടുമുട്ടുകയും വിക്രമിനോടായി വരുൺ പല കാര്യങ്ങളും പങ്കുവെക്കുകയും ചെയ്തു. തൻ്റെ ചെറുപ്പം മുതൽ നടന്ന എല്ലാ കാര്യങ്ങളും വിക്രമിനോട് വരുൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് വരുണിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തത്, അതിനുശേഷം വരുണിൻ്റെ ജീവിതത്തിലുണ്ടായ മാനസിക ആഘാതങ്ങളൊക്കെ, ഇങ്ങനെ നിന്നോട് മാത്രമായി പങ്കുവച്ചിരുന്ന പല കാര്യങ്ങളും വിക്രമിനോട് വരുൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. വേദ ഇപ്പോൾ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊരു ആത്മബന്ധത്തിലുള്ള ഒരാൾക്ക് മറ്റേയാളെ എങ്ങനെയാണ് കൊല്ലുവാൻ സാധിക്കുന്നത്? ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.